ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒറ്റ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്ത ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോയിൽ കാണാൻ പറ്റും, അവർക്കൊട്ടും വെയിറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറുക്കുകളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് വെയിറ്റ് വെച്ചത്. അപ്പോൾ ഞാൻ കൊടുത്ത 2 കുറുക്കുകളാണ് ഈ 6 മാസത്തിലാണെങ്കിൽ 12 മാസം വരെ ഞാൻ കൊടുത്ത 2 കുറുക്കുകളാണ്. അതിൽ ആദ്യത്തെ കുറുക്കെന്ന് പറയുന്നത് കണ്ണങ്കായപ്പൊടി കുറുക്കും, രണ്ടാമത്തെ കുറുക്കെന്ന് പറയുന്നത് പഞ്ഞിപ്പുല്ലും സൂചി ഗോതമ്പിൻ്റെയും കുറുക്കായിരുന്നു. അത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള കുറുക്കായിരുന്നു. അപ്പോൾ ആദ്യത്തെ കുറുക്കെന്ന് പറയുന്നത് കണ്ണങ്കായപ്പൊടി ഞങ്ങൾ കടയിൽ നിന്ന് മേടിക്കാണ്ട് ഞങ്ങൾ തന്നെ കായ മേടിച്ച് അത് അതിൻ്റെ തോട് കളഞ്ഞ് കഴുകി അത് നല്ലോണം വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞ് ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ ആവശ്യാനുസരണം നല്ല സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഒരാഴ്ചത്തേക്കുള്ളത് പൊടിച്ച് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അത് ഉണ്ടാക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാത്രം വയ്ക്കാം. പാത്രത്തിൽ പനങ്കൽക്കണ്ടവും പിന്നെ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നല്ലോണം മലിയിപ്പിച്ച് വരുമ്പോഴേക്കും നമ്മൾ ഒന്നില്ലെങ്കിൽ തുണിയിലോ അല്ലെങ്കിൽ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ആ വെള്ളം മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ ഈ 4 സ്പൂണോ 2 പിള്ളേരുള്ളതുകൊണ്ട് 4 സ്പൂണൊക്കെ വേണ്ടിയായിരിക്കും. 4 സ്പൂൺ എടുക്കുക. അതിൽ ഇച്ചിരി കുളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. കട്ട പിടിക്കാണ്ട് അതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കുറുക്കിയെടുക്കുന്നത്. അതിങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ വേറെ പാത്രം ഗ്യാസിൽ വെച്ചിട്ട് ഈ വെള്ളവും ഈ മിക്സ് ചെയ്ത പൊടിയുടെ പൊടി ഒഴിച്ച് നല്ലോണം കുറുക്കി നമുക്ക് ആവശ്യമനുസരിച്ച് കുറുക്കിയെടുക്കാം. ഒരു 8 മാസമൊക്കെ ആകുമ്പോൾ ഇച്ചിരിക്കോളം നെയ്യ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ കൊടുത്തായിരുന്നു, നെയ്യ് ഇട്ട് കൊടുത്തു. അങ്ങനെ ആദ്യത്തെ കുറുക്ക് ഞാൻ രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കുറുക്കെന്ന് പറയുന്നത് സൂചി ഗോതമ്പും പഞ്ഞിപ്പുല്ലുമാണ്. അത് സമം തന്നെ എടുക്കണം. 2 സ്പൂൺ പഞ്ഞിപ്പുല്ലാണെങ്കിൽ 2 സ്പൂൺ സൂചി ഗോതമ്പ് തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് അതൊരു കഴുകി അതൊരു പാത്രത്തിൽ കുതിർക്കാൻ വെക്കണം. അപ്പോൾ ആ വെള്ളം തന്നെ കഴുകി വെക്കുന്നതായിരിക്കും നല്ലത്. ആ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞ് 1 മണിക്കൂറെങ്കിലും വെക്കുന്നതായിരിക്കും നല്ലത്. അരച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ ആ നീര് തുണിയിലെടുക്കുന്നതായിരിക്കും നല്ലത്. തുണിയിലാണെങ്കിൽ കൂടുതൽ നീര് കിട്ടും, അരിപ്പയിലാണെങ്കിൽ അധികം നീര് കിട്ടത്തില്ല. തുണിയിൽ അരച്ചെടുക്കുക, ആ നീര് അവിടെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ തന്നെ ഇച്ചിരി പനങ്കൽക്കണ്ടവും ഇച്ചിരി വെള്ളം ഒഴിച്ച് അത് അലിയിപ്പിച്ചിട്ട് അതും ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ മിക്സും ഈ വെള്ളവും കൂടി യോജിപ്പിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുക. അതൊന്ന് നല്ലോണം കുറുക്കിയെടുക്കുക. അപ്പോൾ അതിലും ഇച്ചിരിക്കോളം 8 മാസമൊക്കെ ആവണമെങ്കിൽ ഇച്ചിരിക്കോളം നെയ്യ് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ പിള്ളേർക്ക് ഇത് ഇഷ്ടമായിരുന്നു, അവരത് കഴിച്ചായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ കൊടുക്കേണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഒരു ഇച്ചിരിക്കോളം കഞ്ഞി പോലെ നല്ലോണം ഉടച്ച് മിക്സിയിലിട്ട് ഒന്ന് ഉടച്ച് നല്ലോണം ചവയ്ക്കാൻ പറ്റത്തില്ലല്ലോ, 6 മാസമൊക്കെ ആകുമ്പോൾ ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് ഉടച്ച് നല്ലോണം കഞ്ഞി പോലെ കൊടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ